നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിനിടെ ലാഹോറിലെയും കറാച്ചിയിലെയും സ്ഫോടന പരമ്പരയിൽ നടുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരവുമായ ലാഹോറിലും പിന്നാലെ കറാച്ചിയിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി. ലാഹോറിലെ ബോൾട്ടൺ എയർഫീൽഡിന് സമീപം 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത്. പാകിസ്ഥാൻ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു, ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. കിരൺ, ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ന് ഈ തരത്തിൽ പാകിസ്ഥാന്റെ ഹൃദയമായ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ, തൊട്ടു പിന്നാലെ പാക് തലസ്ഥാനമായ കറാച്ചിയിലൊക്കെ പാക് തലസ്ഥാനമായ കറാച്ചിയിലൊക്കെ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാവുമ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് ഈ സമയത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാവാനുള്ള കാരണം എന്നറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് പാകിസ്ഥാൻ സേന ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടി നിൽക്കുകയാണ്. മപ്പടിച്ചൊക്കെ ഗോതയിൽ നിൽക്കുന്നത് പോലെ ഇന്ത്യയെ തകർക്കുന്നകളെയും തിരിച്ചടിക്കുമെന്നൊക്കെ പാകിസ്ഥാന്റെ ഭരണാധികാരികളും പറയുന്നുണ്ട്. ആ സമയത്താണ് പാകിസ്ഥാനുള്ളിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ ഇന്ന് സ്ഫോടനം ഉണ്ടായത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ 14 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം അത് ഇന്നലെയാണോ ഉണ്ടായത് എന്ന് സംബന്ധിച്ച് മാത്രമാണ് സംശയങ്ങളുള്ളത്. അതിൽ 14 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒരു സൈന്യവാഹനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 12 സൈനികരും ഇവരുടെ ബോംബ് നിർവീര്യമാക്കാൻ ശ്രമിച്ച 2 സംഘത്തിൽപ്പെട്ട 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ 14 പേർ ഒരു ഭാഗത്ത് കൊല്ലപ്പെടുന്നു. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ സൈന്യത്തിന് നേരെ പരസ്യമായി ഇത്തരം വെല്ലുവിളികൾ ഉയരുന്നു. മറുഭാഗത്ത് കറാച്ചിയിലും ലാഹോറിലുമാണ്. ലാഹോർ എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനം കൂടിയാണ് എന്നത് ആലോചിക്കണം. ഒരു കാലത്ത് പാകിസ്ഥാന്റെ തലസ്ഥാനം കൂടിയായിരുന്ന പ്രധാനപ്പെട്ട നഗരമാണ് ലാഹോർ. അവിടെയാണ് ഇന്ന് രാവിലെ 3 സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനം ഉണ്ടായ സ്ഥലങ്ങൾ കൂടി ഏറ്റവും പ്രധാനമാണ്. അവിടെ വാൾട്ടൺ എയർ സ്പേസിന് തൊട്ട് അടുത്തുള്ള സ്ഥലത്ത് തന്നെ, ആ എയർഫീൽഡിന് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ സ്ഫോടനം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമാണ്. എയർഫീൽഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അങ്ങനെ 3 സ്ഫോടനങ്ങളാണ് രാവിലെ അവിടെ ഉണ്ടായത്. ഈ സ്ഫോടനങ്ങളൊന്ന് ഗോപാൽ നഗറിലും നസീറാബാദിലുമായിരുന്നു. ഇത് രണ്ടും ഈ എയർഫീൽഡിനോട് വളരെ ചേർന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണത്തിനും തയ്യാറായില്ല. ആദ്യം പാക് മീഡിയയാണ്, പാകിസ്ഥാനിലെ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറയും പിന്നീട് റോയിറ്റേഴ്സും ഒക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് ഏകദേശം 10-11-12 മണിക്ക് ഇടയിലാണ് പ്രധാനമായും കറാച്ചിയിൽ സ്ഫോടനം നടക്കുന്നത്. കറാച്ചിയും ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് വാണിജ്യ നഗരം കൂടിയാണ് കറാച്ചി. വാണിജ്യ വ്യവസായ മേഖലയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു നഗരം കൂടിയാണ് കറാച്ചി. കറാച്ചിയിലെ ജനവാസ മേഖലയിലാണ് അവിടെ ഒരു സ്ഫോടനം ഉണ്ടായത്. ജനവാസ മേഖലയിൽ വലിയ ബഹുനില കെട്ടിടത്തിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. പണി പൂർത്തിയാകാത്ത ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിലാണ് വന്ന് വീണത്. അവിടെ നിന്ന് ചില യന്ത്രഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ യന്ത്രഭാഗങ്ങൾ ഡ്രോണിൻ്റെതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ 2 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന സമയത്താണ് മറുഭാഗത്ത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ ലാഹോറിലും കറാച്ചിയിലും ഇത്തരത്തിലേക്കുള്ള ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു സംഘർഷം നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള മട്ടിലേക്കൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആരോപണമൊക്കെ സ്വാഭാവികമായും ഉയരേണ്ടതാണ്. പക്ഷേ പാകിസ്ഥാൻ ഇതുവരെയും ഔദ്യോഗികമായി ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നുവെന്നോ സ്ഫോടനത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിനോ തയ്യാറായിട്ടില്ല. ഒന്നോർക്കണം, ഇന്റർനാഷണൽ വാർത്താ ഏജൻസികൾ, പ്രധാനപ്പെട്ട 2 ഇന്റർനാഷണൽ വാർത്താ ഏജൻസികൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ വിഷ്വൽസ് സഹിതം
സഹിതമാണ്, അതിൻ്റെ വീഡിയോ സഹിതമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. നിരവധി പാകിസ്ഥാനികളായ ആളുകൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം അവരുടെ ചെറുകിട മാധ്യമങ്ങളിലടക്കം പ്രതികരണങ്ങൾ നടത്തുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നില്ല. പ്രധാനമായും നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ത്യക്കെതിരെയൊക്കെ ഇങ്ങനെ യുദ്ധത്തിന് സന്നദ്ധരാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരാളെ പോലും ഇന്ത്യ ലക്ഷ്യം വെച്ചില്ല. എന്തിന് പാകിസ്ഥാൻ സൈന്യത്തെയോ സൈനിക കേന്ദ്രങ്ങളെയോ തന്ത്രപ്രധാനമായ പാകിസ്ഥാന്റെ മേഖലകളെയോ ഒന്നും ഇന്ത്യ ലക്ഷ്യം വെച്ചില്ല. ഇന്ത്യ ലക്ഷ്യം വെച്ച 9 കേന്ദ്രങ്ങളും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയായ 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ആ ഭീകര സംഘടനയുടെ തലവന്മാർ വസിക്കുന്ന സ്ഥലങ്ങളോ അവരുടെ പരിശീലന കേന്ദ്രങ്ങളോ അവരുടെ ക്യാമ്പുകളോ ഒക്കെയായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത്. ലഷ്കർ-ഇ തൊയ്ബ ആയാലും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് ആയാലും ജെയ്ഷെ മുഹമ്മദ് ഈ 2 പ്രധാനപ്പെട്ട ഭീകര സംഘടനയുടെയും ഒപ്പം ഈ ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ലക്ഷ്യമിടുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന് വേണ്ടി, പാകിസ്ഥാൻ സേനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ സേന എവിടെയായിരുന്നു? പാകിസ്ഥാന്റെ ISI എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റലിജൻസ് വിവരം പാകിസ്ഥാൻ ISI കിട്ടിയില്ല? അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ, പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടിനു നേരെ മസൂർ അസദിന്റെ 10 കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. 4 സഹായികളടക്കം 14 പേരാണ് ഒരു വീട്ടിൽ നിന്ന് മാത്രം കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായത്. എന്തായാലും ഇങ്ങനെയുള്ള ഇവർക്കെല്ലാം നടക്കുമ്പോൾ ഭീകര സംഘടനകൾ സൈന്യത്തിനെതിരെയും ISIക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും തിരിയുന്ന ഒരവസ്ഥ. മറുഭാഗത്ത് പാകിസ്ഥാൻ സേന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമെന്നും അങ്ങനെയാക്കാൻ മുനീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ശ്രമം അത് ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു. പാകിസ്ഥാൻ സേനയുമായി ചേർന്നും ഇടയ്ക്ക് ഭരണകൂടവുമായി ചേർന്നുമൊക്കെ ISIയുടെ പ്രധാനപ്പെട്ട തലവനും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ നിൽക്കുന്നു. മറുഭാഗത്ത് ഈ 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ നിൽക്കുന്നു. അങ്ങനെ ആഭ്യന്തര സംഘർഷം കൊണ്ട് രൂക്ഷമാണ്. അതിനിടയിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാനിൽ ഈ അവസരം മുതലാക്കി സ്വാഭാവികമായും ഇന്ത്യക്കെതിരെ സൈന്യം കേന്ദ്രീകരിക്കുന്ന അവസരം മുതലാക്കി അവർ സൈന്യത്തിനെതിരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ 7 സൈനികരെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിലാണ്, ഒരു മാസം മുമ്പാണ്, മാർച്ച് മാസത്തിലാണ് അവിടെ ഒരു ട്രെയിൻ തന്നെ തട്ടിയെടുത്ത് ഏകദേശം 350 പേരെ ബന്ദികളാക്കുകയും സൈന്യത്തിന് വലിയ ഇടപെടലിലൂടെയൊക്കെയാണ് അവസാനം അത് മോചിപ്പിക്കാൻ കഴിയുമൊക്കെ ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആഭ്യന്തരമായ വലിയ സംഘർഷങ്ങളിലൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റയടിക്കത് ഇന്ത്യയാണ് എന്ന് പഴയതുപോലെ അല്ലെങ്കിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് നമ്മുടെ തലയിൽ കെട്ടിവെച്ച് മാറാൻ ഒന്നും കഴിയാത്തൊരവസ്ഥ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഭീകര സംഘടന എന്തുകൊണ്ട് ഓൺ ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് രാവിലെ ഒരു 8:30യോടെയാണ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്ന് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് പാകിസ്ഥാനിലെ ചാനലുകളിലും ഒക്കെ ഈ വാർത്ത വരികയും ചെയ്തു. പക്ഷെ പിന്നീട് കണ്ടത് വളരെ പെട്ടെന്ന് അവർ ഈ വാർത്ത പിൻവലിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്ന വിവരം ലോകത്തോട് പറയാൻ പോലും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇതാരാണ് സ്ഫോടനം നടത്തിയത്? അതായത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം വലയുകയാണെന്നൊരു മെസ്സേജ് പുറത്തേക്ക് വരരുത് എന്ന് പാകിസ്ഥാൻ സർക്കാർ ആഗ്രഹിക്കുന്നതാണോ ഈ സ്ഫോടനത്തെ പറ്റി യാതൊരു വിവരങ്ങളും ഒരു പ്രതികരണവും ഇതുവരെയും ഇല്ലാതിരിക്കാൻ കാരണം? ശ്രീജ, സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ പാകിസ്ഥാന്റെ ചില അനൗദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ഇതൊരു മോക്ക് ഡ്രില്ലാണ് എന്ന മട്ടിലൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരൊക്കെയാണ് ഈ സ്ഫോടന ദൃശ്യങ്ങളൊക്കെ കാണുന്നതും അവർ വിഷ്വൽ എടുക്കുന്നതും അവർ ആളുകളോട് പ്രതികരിക്കുന്നതും അവർ ഇത് കൃത്യമായി ഈ വിഷ്വൽസൊക്കെ ഓൾറെഡി തന്നെ വന്നിരുന്നു, പുറത്തു വന്നു. ആദ്യം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും അതിൽ മാധ്യമങ്ങളുടെ ഒരു പങ്കുകൂടി പ്രധാനമാണ്. അവരൊക്കെ ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിൽ ഇത്തരം സ്ഫോടനം നടന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ പുറത്തു വരുന്നു, അതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ കൂടുതൽ പുറത്തു വരുന്നു, ആളുകളുടെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നു. തുടർന്ന് ഇന്റർനാഷണൽ മീഡിയ എന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇന്റർനാഷണൽ മീഡിയ തന്നെ റോയിറ്റേഴ്സും അൽജസീറയാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത്. റോയിറ്റേഴ്സും ഒക്കെ സ്ഥിരീകരിച്ച് വാർത്തകൾ പുറത്തു വരുന്നു. അവർ അതോടുകൂടി പാക് മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തിന് മുന്നിൽ ഒരു വലിയ സ്ഥിരീകരണം വരികയാണ്. ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുകളിൽ നിന്ന് പരിക്കേറ്റ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആരാണ് ഈ സ്ഫോടനം നടത്തിയതെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സംശയമുണ്ടെന്നോ ആരെങ്കിലും സംശയമുണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്തിയപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവർ തന്നെയാണ് ഈ വീഡിയോയും പുറത്തുവിട്ടത്. എങ്ങനെയാണ് ഇതിനെ ആക്രമിക്കുന്നതെന്നുള്ള വീഡിയോ അടക്കം പുറത്തുവിട്ടത് അവർ തന്നെയാണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ലാഹോറിലെ സ്ഫോടനത്തോടുകൂടി അവർക്ക് ഒരു തരത്തിൽ ഇത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഇതിൽ എങ്ങനെ മിണ്ടാതിരുന്നാലും രക്ഷപ്പെടാം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഉച്ചയ്ക്ക് കറാച്ചിയിൽ സ്ഫോടനം നടക്കുന്നത്. കറാച്ചിയിലെ സ്ഫോടനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലാഹോറിൽ
അത് പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായ മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ലഹോറിലേക്ക് ഇന്ത്യയുമായ ഒരു യുദ്ധമുണ്ടായാൽ സൈന്യം കേന്ദ്രീകരിക്കാനായി നിർദ്ദേശം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ പ്രാധാന്യമൊക്കെ സൈന്യം കേന്ദ്രീകരിക്കുന്നതിനിടയിലാണ് ലഹോറിൽ ഈ സ്ഫോടനം നടക്കുന്നതെങ്കിൽ അവിടെ കാര്യമായ രീതിയിൽ മരണം എന്തായാലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരം വിവരങ്ങളൊന്നും എന്തായാലും പുറത്തു വന്നിട്ടില്ല. കറാച്ചിയിൽ സ്ഫോടനം നടക്കുന്നത് ഒരു ജനവാസ മേഖലയിലേക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം, സാധാരണക്കാരായ മനുഷ്യർ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കറാച്ചിയിലെ ഒരു നഗരത്തിൽ. അങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് സ്ഫോടനം നടന്നത്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു വലിയ ബഹുനില കെട്ടിടത്തിന്റെ പൂർണ്ണമായും പണി പൂർത്തിയായ കെട്ടിടത്തിന്റെ മുകളിലാണ് ഈ സ്ഫോടക വസ്തു വന്ന് വീഴുന്നത്. ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തന്നെ തകർന്ന് അതിനുള്ളിലേക്ക് സ്ഫോടക വസ്തു ഇറങ്ങി അതിനുള്ളിലൊക്കെ സ്ഫോടനം ഉണ്ടാകുന്നതൊക്കെ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ നിന്ന് കിട്ടിയൊരു യന്ത്രഭാഗമാണ്. അതിലാണ് ഇത് ഡ്രോൺ ആണോ എന്നൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡ്രോൺ എന്തായാലും ഇന്ത്യയിൽ നിന്ന് കറാച്ചിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഈ പറയുന്ന ലഹോറിലോ ഒന്നും ഡ്രോൺ പറത്തിപ്പോയി ആക്രമണം നടത്തുക എന്നൊക്കെ പറയുന്ന അസാധ്യമായ ഒന്നാണ്. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ആക്രമണമാണ്. നേരത്തെ ലഹോറിലെയും ആക്രമണം നടന്നപ്പോൾ അത് ഡ്രോൺ വഴിയുള്ള സ്ഫോടക ആക്രമണമാണ് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഏത് തരത്തിൽ പാകിസ്ഥാൻ പ്രതികരിച്ചാലും പുറത്തു വന്ന ഇതുവരെ വെച്ച തെളിവുകൾ തന്നെ വെച്ചാൽ അത് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്തായാലും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിന് ഏത് ഭീകര സംഘടനയാണ് ഉണ്ടായത്? ഭീകര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ പ്രതികരണം തന്നെ വളരെ രൂക്ഷമായ പ്രതികരണമായിരുന്നു. മസൂദ് അസറിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ 10 കുടുംബാംഗങ്ങൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന തരത്തിലേക്ക് ഇന്ത്യയിലേക്ക് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ ആസൂത്രണം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഭീകരൻ പ്രതികരിക്കുന്നെങ്കിൽ അവർ അത്തരം ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം കുടുംബത്തിലെ 10 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. തങ്ങളുടെ ജീവനൊന്നും തന്റെ കുടുംബത്തിന് ഒരു കുഴപ്പവും വരില്ല. താൻ പരിശീലിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ പറത്തിവിടുന്ന ചാവേറുകൾ ചാവുമായിരിക്കും, പക്ഷേ തനിക്കും കുടുംബത്തിനും ഒരു അപകടവും ഉണ്ടാവില്ല. അതൊക്കെ പാകിസ്ഥാൻ സംരക്ഷിച്ചോളും, അല്ലെങ്കിൽ ISIക്ക് അതിന് ശേഷിയുണ്ട്, പാക് സേനയ്ക്ക് അതിന് ശേഷിയുണ്ട് എന്നൊക്കെ കരുതി വിശ്വാസത്തിലാണ് ഈ 10-15 ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് അവിടെ വീടും ജിമ്മും നീന്തൽക്കുളവും പള്ളിയും മറ്റ് ആയുധ പരിശീലന കേന്ദ്രങ്ങളും ഒപ്പമുള്ളവരെ താമസിപ്പിക്കാനുള്ള സ്ഥലമൊക്കെ വിശാലമായ സൗകര്യങ്ങളോടുകൂടി രാജകീയമായി തന്നെ ഭീകര പരിശീലനം എന്ന് പറയാം. അത്തരം സൗകര്യങ്ങളോടുകൂടിയൊക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇന്ത്യ മിസൈൽ വർഷിച്ചത്. അതും ഇന്ത്യ ഉപയോഗിച്ച സ്കാൽപ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്തുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് തുളഞ്ഞ് എത്ര 30 മീറ്റർ വരെ ഉള്ളിലേക്ക്, എന്നാൽ ഭൂമിക്കടിയിൽ 2, 3, 4 നിലയുണ്ടെങ്കിൽ പോലും അവിടെ പോലും എത്തി, ആ ബങ്കറിനുള്ളിൽ പോലും എത്തി സ്ഫോടനം നടത്താൻ ശേഷിയുള്ള മിസൈലാണ് അയച്ചത്. അങ്ങനെ കൃത്യമായി തന്നെ തകർക്കുന്നു. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായും അവരുടെ പ്രതികരണം ഇന്നലെ വന്നത് തന്നെ വ്യക്തമാണ്. പാക് സേന ഈ സമയത്ത് എവിടെ പോയി, അല്ലെങ്കിൽ ISI എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ കഴിയുക? ലോകത്തെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികളിലൊന്നാണ് ISI. പാകിസ്ഥാനിന്റെ രാജ്യം ദുർബലമാണെങ്കിലും ISIക്ക് ആ തരത്തിലല്ല, ലോകത്തെ എണ്ണം പറഞ്ഞ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ISI. അതിനുള്ള ശേഷിയും ഒക്കെ ഉള്ള സംഘടനയാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും അവരുടെ ഇന്റലിജൻസിനെയൊക്കെ വെട്ടിച്ചായിരിക്കും ഇന്ത്യ ഇത് നടപ്പാക്കിയത്. പക്ഷെ അത് വിശ്വസിക്കാൻ സ്വാഭാവികമായും ഇവർക്ക് പ്രയാസം കാണാം. അങ്ങനെ ഒരു ഭാഗത്ത് ഭീകരർ നിൽക്കുന്നു, മറുഭാഗത്ത് സൈന്യം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. സൈന്യവും ഈ ഭീകരരുമായിട്ടുള്ള ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഭരണകൂടത്തിലെ ചില ആളുകൾക്കും ഈ ഭീകര സംഘടനകൾ തമ്മിൽ ബന്ധമുണ്ട്. ഭീകര സംഘടനകൾ തമ്മിൽ, ഈ പ്രധാനപ്പെട്ട 3 ഭീകര സംഘടനകൾ തമ്മിലും ആശയപരമായ വ്യത്യാസവും അവർ തമ്മിലുള്ള അഭിപ്രായ അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയും ഇപ്പൊ തൽക്കാലം പാകിസ്ഥാനിൽ ഇല്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നതായി പോലും സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാത്തത്. അതേസമയം ഇന്ത്യയിലേക്ക് വന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നു. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കാൻ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിൽ അതൃപ്തി അറിയിച്ച കോൺഗ്രസ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നതായി അറിയിച്ചു. जो उन्होंने कहा वो हमने सुना. देश के हित में उन्होंने कहा कि कोई चीज कॉन्फिडेंशियल है रक्षा के विषय में, हम उसको अब नहीं कह सकते, ये उन्होंने कहा. सभी ने ये बताया कि इस घड़ी में, इस संकट के घड़ी में हम सब आपके साथ हैं और आप जो काम कर रहे हैं करते रहिए और देश के हित में हम आपके साथ रहेंगे. बस नहीं, ये तो लास्ट टाइम भी हाजिर नहीं थे, इस बार भी नहीं है. ठीक है, ये उनकी मंशा है कि वो समझते हैं पार्लियामेंट के ऊपर है, तो ठीक है, जब वक्त आएगा पूछेंगे. लेकिन अब संकट की घड़ी है, इसमें कोई हम किसी को क्रिटिसाइज नहीं करना चाहते.
ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തോ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP യോഗത്തിന് ശേഷം പറഞ്ഞു. Many opposition parties opined that it would have been desirable that the Prime Minister were to have come here and addressed the political parties and taken them into confidence. And there was also a demand for a special parliament session so that the entire country can be taken into confidence. And there have been many questions asked with regard to the canards that are being spread by Pakistan, with regard to downing 5 jets. But there has been no reply from the government. We feel that government must have meant the political parties to understand and also to take inputs. But nevertheless, every political party, irrespective of the political affiliation, gave wholehearted support. And on behalf of CPM, I said that being a mature democracy, there should not be escalation from our part, and we should do everything to de-escalate the situation. That is something which we need to emphasize on. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഔദ്യോഗികമായി ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് സ്ഥിതിഗതികൾ? ഇതെല്ലാം അറിയിക്കാനാണ് സർവകക്ഷി യോഗം വിളിച്ചത്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും അതൊരു വിവാദമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു അതൃപ്തിയായി തന്നെ അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ല, അതും പ്രധാനപ്പെട്ടതാണല്ലോ. ശ്രീജ, ഇന്നലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. ഇതിനുശേഷം ഇത്തരത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 കേന്ദ്രങ്ങൾ, 9 ഭീകര താവളങ്ങൾ തകർത്തു എന്ന് ആദ്യം പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ പുലർച്ചെ 1:44 അറിയിച്ചു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി 2 സൈനിക വനിതാ ഉദ്യോഗസ്ഥർക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് നടപടികൾ വിശദീകരിക്കുകയും ചെയ്തു. ഏതൊക്കെ ഭീകര താവളങ്ങൾ തകർത്തു എന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും തന്നെ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല. ഇന്നേതായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാനായാണ് സർവകക്ഷി യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഏതാണ്ട് 90 മിനിറ്റ് നേരം അദ്ദേഹം സംസാരിച്ചു. ഇതിലാണ് 100-ലധികം ഭീകരരെ കൊലപ്പെടുത്തി എന്ന് രാജ്നാഥ് സിംഗ് ഈ സർവകക്ഷി യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം രാജ്യത്തെ തന്നെ MP-മാരോട്, രാഷ്ട്രീയ കക്ഷികളോടാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ തന്നെയാണ് അത്തരമൊരു പരാമർശം, ഒരു വെളിപ്പെടുത്തൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊരു പ്രതികരണവും, എത്രയാണ് അവിടെ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും സർവകക്ഷി യോഗത്തിൽ അക്കാര്യം ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് ഏതാണ്ട് 90 മിനിറ്റ് സംസാരിച്ചു. അതിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വിശദീകരിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തോട് ചില കാര്യങ്ങൾ, അത് സർക്കാരും അല്ലെങ്കിൽ സൈന്യവും മാത്രം അറിയേണ്ട കാര്യമാണ്, ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനും അദ്ദേഹം തയ്യാറായില്ല. ഏതായാലും രാഷ്ട്രീയ കക്ഷികളും അവരുടെ നിലപാടുകൾ ഈ യോഗത്തിന് മുമ്പാകെ അറിയിക്കുകയുണ്ടായി. അതിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പൊതുവെ സർക്കാർ സ്വീകരിച്ച നിലപാടിനൊപ്പം നിൽക്കുന്നു. അതായത് നിലവിൽ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അറിയിച്ചത്. പക്ഷേ ചില കാര്യങ്ങളുള്ള അതൃപ്തി കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സർവകക്ഷി യോഗം വിളിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന്. കാരണം കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ജയറാം രമേശ് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ പോലും നിലവിൽ അതിർത്തിയിലെ സാഹചര്യം, സൈനിക നടപടിക്കൊപ്പം തന്നെ ഈ നിർണായക ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നാണ് ഖർഗെ ഈ യോഗശേഷം തന്നെ പറഞ്ഞത്. മാത്രവുമല്ല ചില കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അതൊന്നും ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഖർഗെയുടെ പ്രതികരണം ഉണ്ടായത്. രാഹുൽ ഗാന്ധിയും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഈ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം, നിലവിലെ സാഹചര്യത്തിൽ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം, പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. മറ്റു പല നേതാക്കളും അവരുടെ അഭിപ്രായം ഈ യോഗത്തെ അറിയിച്ചു. ഒവൈസി ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് TRF ആണ് ഈ ആക്രമണം നടത്തിയതെന്ന് അവർ തന്നെ ഏറ്റെടുത്താണ്, വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലഷ്കറിന്റെ ഭാഗമായ, ലഷ്കറിന്റെ നിഴൽ സംഘടനയായ TRF-നെ ആഗോളതലത്തിൽ തന്നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒപ്പം
പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൂടി ഒവൈസി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ പാകിസ്ഥാൻ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു, വീണ്ടും ആ പട്ടികയിൽ വരികയാണെങ്കിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സഹായം, സാമ്പത്തിക സഹായം അടക്കം നിലയ്ക്കും. അപ്പോൾ അത്തരമൊരു നടപടി പാകിസ്ഥാന് മേൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഒവൈസി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചു. CPM-ൽ നിന്ന് ജോൺ ബ്രിട്ടാസ് ആണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇന്നലെ ദി ഹിന്ദു അടക്കം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ പോർവിമാനം അത് വെടിവെച്ചിട്ടുവെന്ന്. പക്ഷെ ആ ചോദ്യം ചോദിച്ചു, പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്ന് ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി. ഇത് കൂടാതെ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മൗലാന മസൂദ് അസർ, മസൂദ് അസറിനെ വിട്ടു നൽകേണ്ടി വന്നത് കണ്ടഹാർ വിമാന റാഞ്ചനുമായി ബന്ധപ്പെട്ട് അന്ന് 178 ഭീകരരെ ഇത്തരത്തിൽ 178 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ തടങ്കിൽ പാർപ്പിച്ചതുകൊണ്ടാണ് ആ ഭീകരനെ അന്ന് വിട്ടു നൽകേണ്ടി വന്നത്. അതിനുശേഷം രാജ്യത്ത് പല ആക്രമണങ്ങൾ, പുൽവാമ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ജയ്ഷ് ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭീകരനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ നടപടി സ്വീകരിക്കണം, അതിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്ന ആവശ്യം കൂടി CPM ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അങ്ങനെ വിവിധ കക്ഷികൾ അവരവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ ഒന്നാകെ അറിയിക്കുകയായിരുന്നു. ഏതായാലും സർവകക്ഷി യോഗത്തിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയ കാര്യം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സർക്കാരിനൊപ്പം നിൽക്കുന്നു, അതാണ് ഈ യോഗത്തിന്റെ ഒരു പൊതുവികാരം എന്ന പ്രതികരണമാണ് കിരൺ റിജിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, സർക്കാർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം അല്ലെങ്കിൽ ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അതിർത്തിയിലെ സാഹചര്യം വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ പ്രകോപനം തുടരുകയാണെങ്കിൽ നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കും എന്ന സന്ദേശം തന്നെയാണ് സർവകക്ഷി യോഗം പൊതുവെ നൽകിയത്. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മൾ മറ്റു വാർത്തകൾ വിശദമായി പരിശോധിക്കും ഇടവേളയ്ക്ക് ശേഷം. ഏതു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും ലക്ഷ്യം വെക്കുന്ന ആളുടെ തലയ്ക്കു തന്നെ വെടിയുണ്ട തുളച്ചു കയറ്റാൻ ശേഷിയുള്ള ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്. തൊട്ടടുത്തു നിൽക്കുന്ന ആൾ പോലും അറിയുക വെടിയേറ്റതിന് ശേഷമാകും. അതുപോലെയാണ് ഇന്ത്യ ഇന്ന് ആക്രമണം നടത്തിയത്. ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര താവളങ്ങൾക്കു നേരെ കൃത്യമായി തന്നെ ആക്രമണം നടത്താനായി ഇന്ത്യ ഉപയോഗിച്ചത് പ്രധാനമായും സ്കാൽപ് മിസൈലാണ്. എന്താണ് സ്കാൽപ് മിസൈൽ? അതിന്റെ പ്രത്യേകത എന്താണ്? കൃത്യത, പ്രഹരശേഷിയുടെ ഭീകരത എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. 250 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി എത്തിച്ചേരാനും ആ കൃത്യമായി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഏതു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും ലക്ഷ്യം വെക്കുന്ന ആളുടെ തലയ്ക്കു തന്നെ വെടിയുണ്ട തുളച്ചു കയറ്റാൻ ശേഷിയുള്ള ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്. തൊട്ടടുത്തു നിൽക്കുന്ന ആൾ പോലും അറിയുക വെടിയേറ്റതിന് ശേഷമാകും. അതുപോലെയാണ് ഇന്ത്യ ഇന്ന് ആക്രമണം നടത്തിയത്. ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര താവളങ്ങൾക്കു നേരെ കൃത്യമായി തന്നെ ആക്രമണം നടത്താനായി ഇന്ത്യ ഉപയോഗിച്ചത് പ്രധാനമായും സ്കാൽപ് മിസൈലാണ്. എന്താണ് സ്കാൽപ് മിസൈൽ? അതിന്റെ പ്രത്യേകത എന്താണ്? തനിക്കെതിരായ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ റാപ്പർ വേടൻ വ്യവസ്ഥിതി ചെയ്ത തെറ്റിന് വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് ശരിയല്ലെന്ന് വേടൻ പറഞ്ഞു. വേട്ടയാടൽ നിരന്തരമായി നേരിട്ടിരുന്ന കാര്യമാണെന്നും വേടൻ കൂട്ടിച്ചേർത്തു. നമുക്ക് ഒരു കാര്യം, അതീഷ് സാറിന്റെ സ്ഥലം മാറ്റമാണ് ഞാൻ കേട്ടത്. അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിനെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, എപ്പോഴും വേടൻ സ്വന്തം നിലപാടുകൾ പറയുന്ന ആളാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി തിരിച്ച് വേദിയിലെത്തിയപ്പോഴും ആദ്യം വേടൻ പറഞ്ഞത് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് നിങ്ങളാരും ചെയ്യരുത്, തിരുത്താൻ ആളില്ലാത്തത് കൊണ്ടാണെന്നാണ്. ഇപ്പോൾ വേടൻ എടുക്കുന്ന ഒരു നിലപാട് വളരെ പ്രസക്തമാണ്. കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് നടപടിയെടുത്ത ഒരു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നതിലൂടെ ആ വ്യവസ്ഥിതിയാണ് ചോദ്യം ചെയ്യേണ്ടത്, വ്യക്തിയല്ല എന്ന് പറയുമ്പോഴും ഒരു നിലപാടാണ്. എന്താണ് ഇന്ന് വേടൻ പറഞ്ഞു വെച്ചത്? ശ്രീജ, ഈ റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. കാരണം ഇത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയ പ്രശ്നത്തിന് വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ്.
വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള എല്ലാത്തരം വേർതിരിവും താൻ ചെറിയ കാലം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യുമെന്ന് തനിക്കറിയാം. അത് അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ആളുകളെ കരുവാക്കിക്കൊണ്ടോ സിസ്റ്റത്തെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തെ വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം റേഞ്ച് ഓഫീസർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നിർദ്ദേശമുള്ളത് വനം വകുപ്പിന് അത്തരത്തിലുള്ള ബൈലോ ഉള്ളത് കൊണ്ടോ ആയിരിക്കാം ഇങ്ങനൊരു നിലപാടുമായി വേടന്റെ കയ്യിൽ പുലിപ്പലി കണ്ടു എന്ന് പറയുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ശക്തമായ അന്വേഷണം ആരംഭിച്ചത്, ശക്തമായ നടപടികൾ ഏറ്റെടുത്തു. പക്ഷെ അത് പിന്നീട് പൊതുസമൂഹം ഏറ്റെടുക്കുകയും വേടനെ അനുകൂലിച്ച് പൊതുസമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ വനം വകുപ്പ് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് മുഖം രക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെ നേരെ മാത്രം പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് നടപടി നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള വനം വകുപ്പ് വെള്ളപൂശാൻ ശ്രമിക്കുന്ന നിലപാടിനോട് കടുത്ത പ്രതിഷേധമാണ് വേടന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അത് സിസ്റ്റത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിസ്റ്റത്തെ വെള്ളപൂശാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനാക്കുന്ന നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ്. തന്റെ നേരെ ഉണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള വേർതിരിവുകൾ അത് നിറത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും താഴ്ജാതിക്കാരനാണെന്നുള്ള പേരിലായാലും എല്ലാ കാലവും താൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് തൻ്റെ ജീവിതാന്ത്യം വരെ ഉണ്ടാകും എന്ന് തന്നെയാണ് വേടൻ വിലയിരുത്തുന്നതും. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടെ. അതായത് ലഹരി പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, അതായത് ഇത്രയധികം ആളുകൾ ഇത്രയും അധികം യുവജനങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കണ്ടു പഠിക്കരുത് എന്നുള്ള തരത്തിലുള്ള മെസ്സേജൊക്കെ വേടന്റെ ആരാധകരോട് വേടൻ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് വേടൻ സ്വയം തിരിച്ചറിയുകയും അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം, അതിൻ്റെ പേരിൽ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തിരുന്ന സാഹചര്യമാണ്. പക്ഷേ അത് കണക്കിലെടുക്കുമ്പോൾ കൂടിയും ഇപ്പോഴും ഇതിൽ തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ലഹരി കേസിൽ വേടൻ ലഹരി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച ഒരു തെറ്റ് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഈ വേടന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മാറിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം സർക്കാർ ക്യാൻസൽ ചെയ്ത് തന്നെ പരിപാടിയിൽ തന്നെ വേടൻ വീണ്ടും സർക്കാരിന്റെ പരിപാടിയിൽ തന്നെ വീണ്ടും വേടന്റെ പരിപാടിയുമായി വരുന്നു. അങ്ങനെ പൂർണ്ണമായും എല്ലാ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വേടന് പൂർണ്ണമായി പിന്തുണയുമായി വരുന്നു. വനമന്ത്രി വരുന്നു, CPM സംസ്ഥാന സെക്രട്ടറി വരുന്നു. അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ തന്നെ വനം വകുപ്പ് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അടിയന്തരമായി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം പറയാതെ പറയുകയാണ് വേടൻ. വേടന്റെ നിലപാടും ഈ കാര്യത്തിൽ, അതായത് ഈ സിസ്റ്റത്തെ രക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ കരുവാക്കുന്ന രീതിയോടും ഉള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റത്തിൽ ആ നടപടി ശരിയായില്ല എന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് വേടൻ പറയുന്നത്. ഒരു വ്യവസ്ഥിതി ചെയ്ത തെറ്റിന് വ്യക്തിയെ ഇരയാക്കുന്നത് ശരിയല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും വേടൻ പറയുന്നു. ഈ വേട്ടയാടലൊക്കെ സ്ഥിരമായി നേരിട്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ഇക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത്. ശരി, നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ചികിത്സാ പിഴവ് ഉണ്ടായെന്ന കുടുംബത്തിന്റെ പരാതിയിൽ തീർപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ചികിത്സാ രേഖകൾ പരിശോധിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിവരങ്ങളുമായി വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അരുൺ, 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ കുടുംബം ആരോപിക്കുന്ന തരത്തിലാണെങ്കിൽ അവരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോഴും നമുക്ക് അറിയേണ്ടത് ഈ സ്ഥാപനം ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അവർക്ക് അതിനുള്ള എക്സ്പേർട്ടീസ് ഉണ്ടായിരുന്നോ, ഇതൊക്കെയാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് മെഡിക്കൽ ബോർഡ് പരിശോധിക്കുക. ഇതിനിടയിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്നതിനിടെ നൽകിയതിനെ കുറിച്ചും വിവാദങ്ങളുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനം, ഈ മെഡിക്കൽ ബോർഡിനെ തലപ്പത്തിരിക്കേണ്ടത്, അതിനെ നയിക്കേണ്ടത്, ചെയർ ചെയ്യേണ്ടത് ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ആണ്. ഇതിൻ്റെ ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്, സർക്കാർ റിപ്പോർട്ട് നൽകേണ്ടത് ആ DMOയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരേണ്ടത്. ഇതിൽ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന
ഈ അരശുമൂട്ടിലെ ഈ സ്ഥാപനത്തിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലായിരുന്നു, താൽക്കാലിക ലൈസൻസ് വെച്ചായിരുന്നു അത് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ലഭിച്ചു. അത് 5 വർഷത്തേക്കുള്ള ലൈസൻസാണ് ഇവർക്ക് ആരോഗ്യവകുപ്പ് നൽകിയത്. ആരോഗ്യവകുപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറയേണ്ടത് ഈ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ആണ് ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് നൽകിയത്. അതായത് ഈ കേസ് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഈ ചികിത്സാപ്പീഠം ഉണ്ടായുന്ന കാര്യം അന്വേഷിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ സംഘത്തെ നയിക്കുന്ന അതേ ഡോക്ടർ തന്നെയാണ്, ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇവർക്ക് നൽകിയെന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ DMOയുടെ ഇക്കാര്യത്തിലെ താല്പര്യങ്ങൾ, ഭിന്ന താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചു പോകേണ്ടത്. ഒരു കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നത്, നേരത്തെ ഇവർക്കെതിരെ പരാതി വന്നപ്പോൾ മൊഴിയെടുക്കാൻ ഈ കുടുംബത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു DMO. ആ മൊഴിയെടുത്തത് DMO ഓഫീസിൽ വെച്ചല്ല, മറിച്ച് ഈ മൊഴിയെടുത്തതും ഇതേ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന ഈ അരശുമൂട്ടിലെ സ്ഥാപനത്തിൻ്റെ മുറിയിലിരുത്തിയാണ് ഈ കുടുംബത്തിൻ്റെ മൊഴിയെടുത്തത്. എന്താണ് ഈ DMOയ്ക്ക്, ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക്, ആരോഗ്യവകുപ്പിലെ ഉന്നതർക്ക് ഈ സ്ഥാപനത്തോടുള്ള പ്രത്യേക താല്പര്യമെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. സ്വാഭാവികമായും ഇവരുടെ പരാതി അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ്, സ്ഥിര ലൈസൻസ് ഇല്ലാതിരുന്ന ഒരു സ്ഥാപനം, അതിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ അവർക്ക് സ്ഥിര ലൈസൻസ് DMO നൽകുന്നു. ഈ മെഡിക്കൽ ബോർഡ് ചേരാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരോട് ആവശ്യം ഉയർന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് നീട്ടിവെക്കുന്നു. ഒടുവിൽ അതിന്ന് ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോഴും കുടുംബത്തിന് വലിയ സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്തരമൊരു ലൈസൻസ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലെന്തൊക്കെയോ ആരെയൊക്കെയോ രക്ഷിക്കാൻ പോലീസിൻ്റെ ഭാഗത്തും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ഉടമകളെ മുഴുവൻ പ്രതികരിക്കണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ ഒരാളെ മാത്രം, ഒരു ഡോക്ടറെ മാത്രം പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും അറസ്റ്റിലേക്കൊന്നും പോയിട്ടില്ല. മെഡിക്കൽ ബോർഡിൻ്റെ ഫലം വരാൻ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം പോലീസിന് ഉറപ്പാണ്, ഇവർക്ക് ഈ സർജറി നടക്കുന്ന, ശസ്ത്രക്രിയ നടക്കുന്ന അടിവൻ്റെ കൊഴുപ്പ് മാറ്റാൻ നീതുവിനെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഇവർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്ഥിരീകരിച്ചത്. ശരി അരുൺ, ഒരു വളരെ വലിയ വാർത്ത വരുന്ന സാഹചര്യത്തിൽ ഞാനതിൽ ഒന്ന് ഇടപെടുകയാണ്. അത് കൊടും ഭീകരൻ, ഇന്ത്യ എന്താണോ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടത്, ആ ലക്ഷ്യത്തിൽ ഒന്ന് നിറവേറി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടും ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടത് അബ്ദുൾ റൌഫ് അസർ, അതായത് മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ, ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ, ഖാണ്ഡഹാർ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരരെയാണ്, ഭീകരരുടെ കേന്ദ്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു കണക്ക് തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഖാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ഒരുപക്ഷെ അന്ന് ആ ചർച്ചകൾക്ക് പോയിട്ടുള്ള അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ആ ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അതെ ശ്രീജ, ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരരെയാണ്, ഭീകര താവളങ്ങളെയാണ്. അങ്ങനെ ഒരു കൊടും ഭീകരൻ, പ്രത്യേകിച്ച് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ജെയ്ഷിന്റെ സുപ്രീം കമാൻഡറായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് 9 കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലായിരുന്നു. ജെയ്ഷിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹാവൽപൂരിലായിരുന്നു. അവിടെയാണ് ഇന്നലെ തന്നെ ആ വാർത്ത വന്നതാണ്. 14 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളടക്കം 14 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതാണ്. അതിലേതായാലും അബ്ദുൾ റൌഫ് അസർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജെയ്ഷ് ഇ മുഹമ്മദ്. കാരണം 1999 മൗലാന മസൂദ് അസറിനെ ഇന്ത്യ ഇത്തരത്തിൽ വിട്ടു നൽകേണ്ടി വന്നത്. അന്ന് 160-ലധികം വരുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 നമ്പർ വിമാനം, അതാണ് അന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോകലിന്, വിമാനം തട്ടിക്കൊണ്ടുപോകാൻ മുഖ്യ ആസൂത്രണം അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഭീകരനായിരുന്നു അബ്ദുൾ റൌഫ് അസർ. അങ്ങനെ 7 ദിവസം യാത്രക്കാരെ ബന്ദികളാക്കിയ ശേഷം അന്ന് ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുകയായിരുന്ന മൗലാന മസൂദ് അസറിനെയും മറ്റു 2 ഭീകരരെയും ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് ആണ് ഇവർക്ക് അകമ്പടി പോയതും
അങ്ങനെ ഈ ഭീകരരെ വിട്ടു നൽകിക്കൊണ്ടാണ് ഇന്ത്യക്ക് ഈ യാത്രക്കാരെയൊക്കെ തന്നെ രക്ഷിക്കാൻ സാധിച്ചത്. അന്നത്തെ ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മോശം അധ്യായം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് ഈ കാണ്ഡഹാർ വിമാനറാഞ്ചൽ. ആ കാണ്ഡഹാർ വിമാനറാഞ്ചലിന് നേതൃത്വം വഹിച്ച കൊടും ഭീകരനെ ഇപ്പോൾ ഏതായാലും ഓപ്പറേഷൻ സിന്ധുവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ തന്നെ മൗലാന മസൂദ് അസർ ഉണ്ടായ പ്രതികരണങ്ങൾ ഉറുദു മാധ്യമങ്ങൾ നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് അയാൾ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ഏതായാലും സഹോദരൻ കൂടിയായ ജയ്ഷിന്റെ സുപ്രീം കമാൻഡറായ, പ്രത്യേകിച്ച് സമീപകാലത്തൊക്കെ തന്നെ ജയ്ഷിന്റെ ഓപ്പറേഷനുകളെല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് അബ്ദുൾ റൌഫ് അസർ ആയിരുന്നു. ഏതായാലും അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. മാത്രവുമല്ല, അല്പം മുമ്പ് സർവകക്ഷി യോഗത്തിലാണ് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം അല്ലെങ്കിൽ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, പാകിസ്ഥാനിലെ ഭീകരവാദികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഇന്ത്യ ലോകത്തോട് ഇന്നലെ തൊട്ട് പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാനെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ സൈനികരെയല്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളെ, അവരുടെ കേന്ദ്രത്തെയാണ്, ഭീകരവാദത്തെയാണ് ആക്രമിച്ചത് എന്ന ഇന്ത്യയുടെ വാദത്തിന് ഏറ്റവും അടിത്തറ പകരുന്ന, ഇന്ത്യയുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു എന്ന് തെളിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന അബ്ദുൾ റൌഫ് അസർ, മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് ഇയാൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട ഒരു ഏട് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ പറയുന്നത്. അന്ന് ഈ വിമാന റാഞ്ചലിന് ശേഷം ചർച്ചകൾക്കായി പോയത് ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഒരു സംഘമാണ്. ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അജിത് ഡോവലും CD സഹായുമാണ്. അജിത് ഡോവലിനും CD സഹായും അന്ന് നയതന്ത്ര ചർച്ചകൾക്കായി ഇവർക്കരികിലേക്ക് സമവായ ചർച്ചകൾക്കായി പോയി. ഒടുവിലാണ് ഈ 3 ഭീകരരെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതേ അജിത് ഡോവൽ നേതൃത്വം നൽകുന്ന സംഘം ആ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാലം കാത്തുവെച്ചൊരു നിയോഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ രാകേഷ്? അതെ ശ്രീജ, കാരണം അന്ന് അജിത് ഡോവൽ അടക്കമുള്ളവർ ഇത്തരമൊരു നീക്കത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഇടപെടൽ നടത്തിയതിന് ഏറെ പഴികേട്ടതാണ്. പിന്നീട് പല കാലങ്ങളിലായി പഴികേട്ടതാണ്. കാരണം ഈ മൗലാന മസൂദ് അസറിനെ അന്ന് ഏതാണ്ട് 99 വിട്ടയക്കുന്നു. പക്ഷെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളിലൊക്കെ തന്നെ ജെയ്ഷ് ഇ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അത് 2001 മുതൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം 2001 NDA സർക്കാരിന്റെ കാലത്താണ് പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. അതിനുശേഷം 2016 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. കാരണം മുൻപെല്ലാം തന്നെ ഇത്തരത്തിൽ സൈനികരൊക്കെ തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സൈനിക താവളങ്ങളിലേക്ക് ഭീകരർ ആക്രമിക്കുന്നത് അധികം കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. പിന്നീട് ഉറി, നഗ്രോട്ട അടക്കം പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതിനുശേഷം പുൽവാമയിൽ വലിയ തോതിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അന്നെല്ലാം തന്നെ ഇതിന്റെ ചരട് വലിച്ചത്, ആസൂത്രണം നടത്തിയത് ജെയ്ഷ് ഇ മുഹമ്മദ് ആയിരുന്നു. മൗലാന മസൂദ് അസർ എന്ന ഭീകരന്റെ സംഘടനയായിരുന്നു. ഏതായാലും പലപ്പോഴായി ഈ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അജിത് ഡോവലിന്റെ പേരും അക്കാലങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാണ്ഡഹാർ വിമാനറാഞ്ചൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും ഇന്ത്യ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരിനെ നേതൃത്വം വഹിച്ചത്, അതിന് ആസൂത്രണം ചെയ്തത് അജിത് ഡോവലാണ്. കാരണം ഒരു വിമാനം പോലും അതിർത്തി കടക്കാതെ, ഒരു സൈനികൻ പോലും അതിർത്തി കടക്കാതെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതാണിപ്പോൾ വലിയ നേട്ടമായിരിക്കുന്നത്, വിജയമായിരിക്കുന്നത്. കാരണം ഭീകരത്താവളങ്ങൾ, സാധാരണഗതിയിൽ അത് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരത്താവളങ്ങളാണ് അത്തരത്തിൽ ആക്രമിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇന്ത്യയുടെ സ്ട്രാറ്റജി തന്നെ മാറ്റിക്കൊണ്ടുള്ള നീക്കമാണ് അജിത് ഡോവലിന്റെയും സംഘത്തിന്റെയും നേതൃത്വം നടന്നത്. കാരണം പഞ്ചാബ് പ്രവിശ്യയിലെ 4 ഭീകരത്താവളങ്ങൾ ലക്ഷ്യം വെച്ചു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരത്താവളമായിരുന്നു ഇപ്പോൾ ഈ ജെയ്ഷിന്റെ ആസ്ഥാനമായ ബഹവൽപൂർ. അവിടെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ റൌഫ് അസർ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ നിമിഷത്തെ, ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്
അഭിമാനിക്കാം, ഒപ്പം തന്നെ നേട്ടമായി അവകാശപ്പെടാം. കാരണം എന്താണോ ഈ ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെച്ചത് അത് നേട്ടത്തിലേക്ക് എത്തുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഒരു ഔദ്യോഗികമായ പ്രതികരണം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇതുവരെ സർക്കാർ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി, അതായത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ള വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ആ ഓപ്പറേഷനെ കുറിച്ച് മാത്രമാണ് അവർ വിശദീകരിച്ചത്. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരരെ വകവരുത്തി എന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ വലിയ നേട്ടമായ സാഹചര്യത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായേക്കാം. പ്രതികരണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് സർക്കാരിനെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതെ. ഒരു കൊടും ഭീകരനെ കൊലപ്പെടുത്താനായി ഈ ഓപ്പറേഷനിൽ തീർച്ചയായും ബാക്കി വിവരങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷനെ പറ്റിയുള്ള കൃത്യമായൊരു വിശദീകരണം മാത്രമാണ് ഉണ്ടായത്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പ്രതിരോധ മന്ത്രി പറഞ്ഞു. പക്ഷെ അപ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അതിന്റെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണമാണ്. മസൂദ് അസറിനെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. സംശയമില്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിനെ എത്ര കണ്ട് രക്ഷിക്കാൻ, എത്ര കണ്ട് സുരക്ഷിതമാക്കിയിരിക്കാൻ ശ്രമിച്ചാലും അവിടെ കണ്ടെത്തും എന്നൊരു മെസ്സേജ് ഇന്ത്യ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമാണ് മസൂദ് അസറിന്റെ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം. അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലെ വന്നിരുന്നു. 10 പേർ മരിച്ചു എന്ന വാർത്ത, കൊല്ലപ്പെട്ടു എന്ന വാർത്ത മസൂദ് അസറിന്റേതായി തന്നെ ഒരു വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അറിയുന്നത് സഹോദരൻ മാത്രമല്ല, അയാൾ കൊടും ഭീകരനാണ്. മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് ഗാണ്ടഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടെ മറ്റ് ഇന്ത്യക്ക് നേരെ നടന്നിട്ടുള്ള മറ്റ് വലിയ ഭീകരവാദ ആക്രമണങ്ങൾ, പാർലമെന്റ് അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അബ്ദുൾ റൌഫിന് പങ്കുണ്ട്. അങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു, ആ ഭീകരവാദിയെ തീർക്കാൻ കഴിഞ്ഞു എന്ന് ഇന്ത്യക്ക് തീർത്തും അഭിമാനത്തോടെ തന്നെ പറയാം. ഈ ഓപ്പറേഷന്റെ മറ്റ് വിവരങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ വളരെ നിയന്ത്രിതമായി മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ഈ മസൂദ് അസറിന്റെ കേന്ദ്രം ലക്ഷ്യമിട്ടതൊക്കെ ഒരുപക്ഷെ ഇതുവരെ ഇന്ത്യ ചെയ്യാത്തൊരു സ്ട്രാറ്റജി ആയിരുന്നു. നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ, അതായത് പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബഹാവൽപൂരിലെ കേന്ദ്രം, അത് ഇന്ത്യക്ക് അറിയാം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ജയ്ഷിന്റെ ആ നഴ്സറി എന്നത്. അവിടെ വെച്ച് തന്നെയാണോ ഇയാൾ കൊല്ലപ്പെട്ടത്? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, ബഹവൽപൂരിൽ തന്നെയാണ്. കാരണം അതൊരു വലിയ കോംപ്ലക്സ് ആണ്. ഏതാണ്ട് 18 ഏക്കർ വരുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം അവിടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുണ്ട്, മതപഠന കേന്ദ്രങ്ങളുണ്ട്, അങ്ങനെ വീടുകളുണ്ട്. അങ്ങനെ ഒരു വിശാലമായ ക്യാമ്പസാണത്. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ബഹാവൽപൂരിൽ തന്നെ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഏതായാലും വരും മിനിറ്റുകളിൽ ലഭ്യമാകും, അക്കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ തന്നെ എന്ന കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്താണോ ഈ ഓപ്പറേഷൻ കൊണ്ട് ലക്ഷ്യമിട്ടത് അത് നേട്ടത്തിലേക്ക് എത്തുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു സൈനിക താവളം പോലും ആക്രമിക്കാതെ, സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കാതെ ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമായിരുന്നു. ആ ആക്രമണത്തിലാണ് ഒരു കൊടും ഭീകരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഭീകരൻ എന്നതിനേക്കാൾ ഉപരി ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യം, സാധാരണക്കാരായ ഏതാണ്ട് 350-ലധികം ആളുകളാണ് കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇതിലൊക്കെ തന്നെ ജയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇന്ത്യ തിരയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയ ഒരു ഭീകരൻ എന്ന് തന്നെ പറയാം. അത് കണ്ടഹാർ വിമാന റാഞ്ചൽ തൊട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 26 വർഷക്കാലം ഇന്ത്യയിൽ പലപ്പോഴായി പലയിടങ്ങളിലായി ആക്രമണം നടത്തിയ ഭീകരൻ. അതിനുപരി ഇന്ത്യയിലേക്ക് പലപ്പോഴായി പാക് പട്ടാളത്തിന്റെ അടക്കം സഹായത്തോടു കൂടി ഇവർക്ക് ഭീകരരെ കയറ്റി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ അൽ-ഖയ്ദയുടെ അടക്കം വാർത്താക്കുറിപ്പ് കണ്ടു. ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വന്നു. കാരണം ഒരു ഭീകര സംഘടന അൽ-ഖയ്ദ, പ്രത്യേകിച്ച് ഒസാമ ബിൻ ലാദൻ രൂപീകരിച്ച
സംഘടന അവർ ജയ്ഷിനെ വകവരുത്തുമ്പോൾ അവർ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ എത്രമാത്രം ഇത് ഭീകര സംഘടനകളെ ബാധിച്ചിരിക്കുന്നു ഈ ഓപ്പറേഷൻ എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായും വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. മൗലാന മസൂദ് അസറിൻ്റെതായ ഒരു പ്രസ്താവന തന്നെ ഇന്നലെ ഒരു ഉറുദു മാധ്യമത്തിൽ നൽകിയ പ്രതികരണത്തിൽ അത് വ്യക്തമായിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞിരുന്നത് 10 കുടുംബാംഗങ്ങൾ ഒപ്പം തന്നെ സഹായികളും സ്വന്തക്കാരുമായ മറ്റു 4 പേർ എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. പക്ഷേ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളെങ്കിൽ ഇന്ന് ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. അങ്ങനെയല്ല, മറ്റൊരു ബന്ധു കൂടി, അടുത്ത ബന്ധു കൂടി, സഹോദരൻ കൂടി, റൌഫ് അസർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തിരിച്ചെത്താം രാകേഷ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ ലക്ഷ്യമിട്ടത് 26 പേരുടെ ജീവന് മറുപടി നൽകൽ മാത്രമല്ല, ഭീകരവാദത്തിന്റെ വേരറുക്കലാണ്. ഇനിയും അവിടെ നിന്ന് ഭീകരവാദികളായ മനുഷ്യന്മാരെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടാതിരിക്കലാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെങ്കിൽ അതിലൊരു പ്രധാന നാഴികക്കല്ലായി ഈ അബ്ദുൾ റൌഫ് അസറിന്റെ ഉന്മൂലനത്തെ വേണമെങ്കിൽ പറഞ്ഞൂടെ? എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതിൽ കാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടുന്നു, പാർലമെന്റ് അറ്റാക്ക് ഉൾപ്പെടുന്നു, മാധ്യമപ്രവർത്തകനായിരുന്ന ഡാനിയൽ പേളിന്റെ കൊലപാതകം ഉൾപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ നേട്ടം തന്നെയല്ലേ? മൗലാന മസൂദ് അസറിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കന്ദഹാർ വിമാന റാഞ്ചലിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇന്ന് കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റൌഫ് അസറിന്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വന്നത് മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനും അതുപോലെ മറ്റ് അനന്തരവരും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചതായി വിവരം കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ വിവരം വന്നിരിക്കുന്നു, റൌഫ് അസർ അതായത് ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന്, കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി വിലപേശൽ നടത്തി ഇന്ത്യ തടവിലാക്കിയിരുന്ന മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരന്മാരുടെ മോചനത്തിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് മസൂദ് അസറിന്റെ സഹോദരനായ റൌഫ് അസറാണ്. അപ്പൊ റൌഫ് അസറിനെ ഏറെ വിലയിട്ടിരുന്ന തലയാണ് റൌഫ് അസറിന്റെ ഓർക്കുക. ഈ ഭീകരതാവളത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ ഭീകരതാവളത്തിൽ ഒളിച്ചിരുന്ന റൌഫ് അസറിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആനന്ദലത്തിക്കിനി എന്ത് വേണം? അപ്പൊ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഭീകരന്മാരെ ഒന്നൊന്നായി അവരുടെ മടകളിൽ ചെന്ന് വധിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിർണായകമായ തീരുമാനമാണ്. കാരണം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ വൃഥാവിലായില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു നിർണായകമായ ഒരു നീക്കമായിട്ട് കാണാം. കാരണം വർഷങ്ങളായി തുടർന്ന ഒരു തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകളുടെ പരിണത ഫലമാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായതിനുള്ള മറുപടി എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ചിട്ടപ്പെടുത്തിയതെങ്കിൽ പോലും പ്രകോപനം എന്ന് പറയുന്നത് വർഷങ്ങളായി, 30 വർഷത്തിലധികമായി, ഇപ്പൊ പാർലമെന്റ് അറ്റാക്ക് സംഭവിച്ചിട്ട് 30 വർഷത്തിലധികമായി, 2001 നടന്നതാണ്, 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത്രയും കാലമായി ഉള്ള കണക്കുകൾ ഒന്നൊന്നായി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. പാർലമെന്റ് അറ്റാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയിലേക്കുള്ള അറ്റാക്ക്, മുംബൈ ഭീകരാക്രമണം ലഷ്കർ ഇ തൊയ്ബയുടെയാണ്, പുൽവാമ ആക്രമണം എന്ന് വേണ്ട അനവധി ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരരെ അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ഒരൊറ്റ ഓപ്പറേഷനിലൂടെ തകർക്കാൻ കഴിയുമ്പോൾ ഇന്ത്യയുടെ ലോകരാജ്യങ്ങളിലെ ഇന്ത്യയുടെ ഒരു തലയെടുപ്പ് കുറച്ചുകൂടി ശക്തമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മറുപടി കൊടുക്കാനാവും. അമേരിക്കയും ഇസ്രയേലും ഒക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ സമാനമായ രീതിയിൽ ശത്രുവിന്റെ മടയിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ സൂചനയായി ഈ ആക്രമണത്തെ കണ്ടെത്താനാവും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് എവിടെ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ, രാജ്യം ചോദിക്കുമ്പോൾ, ലോകം ചോദിക്കുമ്പോൾ ഇതാ ബാലൻസ് ഷീറ്റ്, തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ തെളിവുകൾ. വ്യക്തമായി ഡാനിയൽ പേളിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, വിമാന റാഞ്ചലിന്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ, ഇതെല്ലാം ഉള്ള ട്രാക്ക് റെക്കോർഡുള്ള റൌഫ് അസർ
ഇപ്പോൾ ചരിത്രമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ഇന്ത്യക്ക് അഭിമാന നിമിഷങ്ങൾ തന്നെയാണ്. ഒപ്പം സർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരു കാലം കാത്തുവെച്ച ഒരു കാവ്യനീതി കൂടി ഇതിലുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അത് പറയുകയായിരുന്നു. അതായത് ഗാണ്ഡഹാർ വിമാന റാഞ്ചലിൽ മീഡിയേഷന് പോയ സംഘത്തിൽ ഉണ്ടായ ഒരാളാണ് അജിത് ഡോവൽ. അന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായൊക്കെ ഗാണ്ഡഹാർ വിമാന റാഞ്ചലിനെയും അന്ന് ഇവരെ വിട്ടുകൊടുത്തതിനെയും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചയാളെ പൂട്ടാൻ ഒരു ചരിത്ര നിയോഗം ഒരുപക്ഷെ അജിത് ഡോവലിന് തന്നെ കിട്ടി. അതില്ലായ്മ ചെയ്യാൻ ഒരു നിയോഗം കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആലങ്കാരികമായി പറയാം, അല്ലേ? അതെ, കാവ്യനീതി എന്ന വാക്ക് തന്നെയാണ് അവിടെ ചേരുന്നത്. അജിത് ഡോവൽ അന്ന് വളരെ ചെറുപ്പമായിരുന്നു. 2001 വളരെ ചെറുപ്പമായി, 2000 വളരെ ചെറുപ്പമായിരുന്ന അജിത് ഡോവൽ ഇതിന്റെ പേരിൽ കേട്ട പഴി ചില്ലറയല്ല. പിന്നീട് പടിപടിയായി ഉയർന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് തലപ്പത്തെത്തുകയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന അജിത് ഡോവലിന്റെ പ്രഖ്യാതമായ ബുദ്ധിയും ഓപ്പറേഷണൽ സ്കില്ലുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദേശ നയ രീതികളെ തന്നെ മാറ്റിമറിച്ചത്. അജിത് ഡോവലിന്റെ നിർണായകമായ ഈ റോളാണ്. അതുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ അജിത് ഡോവൽ തീർച്ചയായും ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഇതൊക്കെ ഒരു നയപരമായി രാഷ്ട്രീയ നേതൃത്വമാണ് ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് എങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട താത്വികമായ ഉപദേശങ്ങൾ, അതുപോലെ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് എല്ലാം തന്നെ കൊടുക്കേണ്ടത് നല്ല വിശാലമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് കാര്യങ്ങളെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് പ്രൊവൈഡ് ചെയ്തത് പക്ഷേ അജിത് ഡോവലാണ്. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് രീതികൾ മാറി. ശത്രുവിന്റെ മറയിൽ ചെന്നാക്രമിക്കാം, കൗണ്ടർ അറ്റാക്ക് മാത്രമല്ല സർജിക്കൽ സ്ട്രൈക്കുകൾ പോലും ഇന്ത്യ മടിച്ചു നിന്നൊരു കാലത്ത് അജിത് ഡോവലിന്റെ വരവാണ് ആ രീതിശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ പ്രധാനപ്പെട്ട പ്രതിയോഗികളിൽ ഒരാളായ റാവു ബന്ദർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കൺഫർമേഷൻ വരികയാണ്. തീർച്ചയായും കാവ്യനീതി തന്നെയാണ് തന്റെ കരിയറിനേറ്റ കളങ്കം. അല്ലെങ്കിൽ താൻ മനഃപൂർവ്വമായി ചെയ്തതല്ല. കാരണം അന്ന് ഈ തീവ്രവാദികളെ വിട്ടുകൊടുക്കേണ്ട ഒരു ഗതികേടിലായി. കാരണം നമ്മുടെ പൗരന്മാരുടെ ജീവനൊരു വിലയുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ വെച്ച് ഭീകരന്മാർ പന്താടുമ്പോൾ അത് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. അല്ലായെങ്കിൽ ആ വിമാനം ബോംബ് വെച്ച് തകർത്തിരുന്നുവെങ്കിൽ പിന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന വിപത്ത് നമുക്ക് ആലോചിക്കാമായിരുന്നു. അതുകൊണ്ട് അന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ശരിയല്ല. അന്ന് വലിയ ഒരു കൺസെഷൻ ചെയ്തു കൊടുത്തപ്പോൾ മുതലും പലിശയും സഹിതം ജീവൻ എടുക്കുന്ന അതാരാണോ ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം, ആ ബുദ്ധികേന്ദ്രത്തിന്റെ ജീവൻ എടുക്കാൻ തന്റെ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന്, താൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ദേശീയ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന് അജിത് ഡോവലിന് തീർച്ചയായും അഭിമാനിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുമ്പോൾ ഇന്ത്യക്ക് ഉറപ്പായും ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണയുണ്ട്. അപ്പോൾ പോലും നമുക്ക് മുന്നിൽ വെക്കേണ്ടിയിരുന്നത് തെളിവുകളായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമുക്ക് തെളിവുകൾ വെക്കേണ്ടതുണ്ട്. ഇത് 26 പേരുടെ ജീവൻ എടുത്തതിന് മറുപടി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നതിൽ, ലോകത്തിന് മുന്നിൽ വെക്കുന്നതിൽ ഈ അബ്ദുൾ റൌഫിന്റെ ജീവൻ അല്ലെങ്കിൽ അയാളെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എത്രമാത്രം നമുക്കൊരു നേട്ടമാവും? തീർച്ചയായും റൌഫ് അൽസർ എന്നയാൾ ലോകത്തിന് പരിചിതനായ ഒരു ഭീകരനാണ്. കാരണം ഇതിപ്പോ ഒരു അദൃശ്യമായ ഒരു ശക്തിയല്ല. ലോകത്തിന് മുമ്പായി നെഞ്ചുവിരിച്ച് നടന്നുപോയ ഒരാളാണ്. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഔദ്യോഗിക നോംസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നുപോയ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ആക്രമണത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി റൌഫ് ഉൾപ്പെടെ മരണപ്പെടുമ്പോൾ ഇതാ ഒരു തെളിവ്. ഞങ്ങൾ വെറുതെ എവിടെയെങ്കിലും ചെന്നൊരു ബോംബിട്ടതല്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള ആവേശം മുതലെടുക്കാനായി അല്ലെങ്കിൽ ശമിപ്പിക്കാനായി ഏതെങ്കിലും ഒരു നേർച്ച പോലെ എവിടെയെങ്കിലും കൊണ്ട് ബോംബിട്ടതല്ല. മറിച്ച് കൃത്യമായ വ്യക്തമായ ഭീകരരെ ടാർഗറ്റ് ചെയ്ത് ബോംബ് ചെയ്തതാണ് എന്ന് ലോകത്തോട് പറയാനൊക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവുകളിൽ ഒന്നാണ് തീർച്ചയായും റൌഫിന്റെ മരണം എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം 2 വ്യോമിക സിംഗും സോഫിയ ഖുറൈഷിയും നടത്തിയ 2 വനിതാ ഓഫീസർമാർ, സൈന്യത്തിലെ വ്യോമസേനയിലെയും കരസേനയിലെയും 2 ഉന്നത വനിതാ ഉദ്യോഗസ്ഥകൾ നടത്തിയ പത്രസമ്മേളനവും അല്ലെങ്കിൽ ലോകത്തോടായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ പ്രതീകാത്മകമായി എന്നാൽ ശക്തമായി സ്ഥിതിവിവരക്കണക്കുകളുടെ തെളിവുകളുടെ സഹായത്തോടുകൂടി ഇന്ത്യക്കാരോട് മാത്രമല്ല, നമ്മുടെ പൗരന്മാരോട് മാത്രമല്ല, ലോകത്തോടായി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് വൻ ക്രെഡിബിലിറ്റിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്. ഒരു പക്ഷേ ഈ സമയത്ത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കൊക്കെയും അഭിമാനിക്കാം. വലിയൊരു ലക്ഷ്യത്തിലേക്കായിരുന്നു ഇന്ത്യ ഇന്നലെ ആയുധങ്ങൾ തൊടുത്തുവിട്ടത്. ആ ലക്ഷ്യമെന്നത് ഇന്ത്യയെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഇന്ത്യയിലെ 26 പേരുടെ, ഒരു നേപ്പാൾ
പൗരനടക്കം 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രഥമ ലക്ഷ്യമെങ്കിലും വലിയ ലക്ഷ്യം എന്നത് ഭീകരതയുടെ വേരറുക്കൽ തന്നെയാണ്. ഇന്ത്യ ഒരുപാട് അനുഭവിച്ചതാണ് ആ ഭീകരവാദത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ആ പ്രത്യാഘാതങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിലേക്ക്, പാക് അധീന കശ്മീരിലെ 5 കേന്ദ്രങ്ങളിലും പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യൻ ആയുധങ്ങൾ ചെന്നെത്തിയത്. അതിലിതാ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നു. ഖാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടെ സൂത്രധാരനായി പ്രവർത്തിച്ച കൊടും ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരനായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രാകേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്.